സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവും നടന്മാർക്കും സംവിധായകർക്കുമെതിരായ കേസുകളൊക്കെ തന്നെ വലിയ ചർച്ചകളായി നിറയുകയാണ്. ഇതിനിടയിലാണ് കേന്ദ്ര ഏജൻസിയായ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ എൻട്രി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് NCBയുടെ കൊച്ചി ഓഫീസിൽ വെച്ച് സിനിമാ സംഘടനാ ഭാരവാഹികളുടെ യോഗം ചേർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും AMMA, പ്രൊഡ്യൂസർ അസോസിയേഷൻ, മാക്ട, ഫെഫ്ക അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ യോഗത്തിൽ പങ്കെടുത്ത ഭാരവാഹികളോട് NCB ഉദ്യോഗസ്ഥർ പ്രധാനമായും പറഞ്ഞത് ഈ മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. സമീപകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ വിപുലമായ പരിശോധനകൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് സിനിമാ മേഖലയിൽ ബോധവൽക്കരണം, ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അതിനെ സിനിമാ സംഘടനകൾ മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. എന്തായാലും NCBയുടെ എന്ത് തന്നെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാലും, ഏത് വിധത്തിലുള്ള നടപടി ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമാ സംഘടനകൾ. NCB വിളിച്ചത് കേരളത്തിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ച് NCBക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ അവർ ബ്രീഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചത്. പരിശോധന തീർച്ചയായിട്ടും ഉണ്ടാവും. 2015 ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൊക്കെയിൻ കേസ് നിലവിൽ വരുന്നു. അതിനുശേഷം പല തവണ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നതാണ്. അത് ഏറ്റവും പ്രധാനം നിർമ്മാതാക്കളുടെ സംഘടന തന്നെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസും എക്സൈസും പരിശോധനകളിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അതിന് തടസ്സമായി മാറിയിരുന്നത് ഈ സിനിമാ സംഘടനകളുടെ എതിർപ്പ് തന്നെയാണ്. ഇപ്പോൾ സിനിമാ സംഘടനകളുടെ എതിർപ്പ് ഒഴിവായിരിക്കുന്നു എന്നുള്ളത് NCBയുടെ നടപടികൾക്ക് കൂടുതൽ ഊർജ്ജമേകും. NCB എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സേവിക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ അതുമായിട്ട് ആരും അസോസിയേറ്റ് ചെയ്യാതിരിക്കുക, എല്ലാവരും അസോസിയേറ്റ് ചെയ്യും. നമ്മളെപ്പോഴും ലോയുടെ കൂടെയാണ് നിൽക്കുക, നമ്മളെപ്പോഴും സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുക. നമ്മുടെ സൊസൈറ്റി നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എന്തായാലും NCB നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പരിശോധനകളുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അവർ കടക്കുക. ഇതോടൊപ്പം തന്നെ സമീപകാലത്തെ കേസുകളുടെ പശ്ചാത്തലത്തിൽ, അതായത് നടന്മാർക്കും സംവിധായകർക്കുമെതിരായിട്ടുള്ള കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ സിനിമാ സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് പോകാൻ പോലീസും എക്സൈസും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും അറിയേണ്ടത് ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പോലീസ് പറഞ്ഞിരിക്കുന്നത് സിനിമാ സംഘടനകളുടെ യോഗം വൈകാതെ വിളിച്ചു ചേർക്കുമെന്നുള്ളതാണ്. അപ്പോൾ NCBയും എക്സൈസും പോലീസും ഒക്കെ ചേർന്നുള്ള ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്.